ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു കുക്കിംഗ് റെസിപ്പിയാണ് എടുക്കുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പടവലങ്ങായും ഇത് എടുത്തേക്കുന്ന ഉണക്കച്ചെമ്മീനെ അതും കൂടിയിട്ടുള്ള ഒരു തോരനാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ ഇങ്ങനെ പടവലങ്ങ ഇങ്ങനെ റൗണ്ടേ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ മെയിനായിട്ട് ചെമ്മീനും എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ പടവലങ്ങയൊന്ന് നുറുക്കണം, അതേപോലെ ചുവന്നുള്ളി ഒന്ന് നുറുക്കി വെക്കണം. അങ്ങനെ നമ്മൾ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ സവാള ചേർക്കാവുന്നതാണ്. അപ്പം പടവലങ്ങ ഞാനുണ്ട് ഇതേപോലെ നീളത്തിലാണ് എടുത്തേക്കുന്നത്. ചെറിയ പീസ് വേണമെങ്കിൽ ചെറിയ പീസ് ഇടാം, വലിയ പീസ് വേണമെങ്കിൽ വലിയ പീസ് ഇടാം. പടവലങ്ങ എങ്ങനെ ഇടുന്നു അതേപോലെ തന്നെ വേണം കൊച്ചുള്ളി ഇടാൻ. രണ്ട് നീളത്തിൽ അരിഞ്ഞിടണം. ഈ പടവലങ്ങയിലേക്ക് കുറച്ച് ഉപ്പിടുക. ഉപ്പിട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഞെവിടുക. ഞെവിടിയിട്ട് നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് ഞെവിടി പിഴിയണം. നന്നായിട്ട് ഞെവിടുമ്പോൾ ഇങ്ങനെ വെള്ളം വരും. അപ്പോൾ ആ വെള്ളം നമുക്ക് കളഞ്ഞാൽ മതി. നന്നായിട്ട് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇത് പിഴിഞ്ഞെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം. അതേപോലെ നമ്മൾ ഇതുപോലെ ഞെവിടുമ്പോൾ തന്നെ കണ്ടില്ലേ ആ പടവലങ്ങയുടെ കളറിന് വരെ വ്യത്യാസമുണ്ട്. നന്നായിട്ട് ഞെവിടിയിട്ട് ഇതിങ്ങനെ കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞ് ഈ വെള്ളം മുഴുവൻ കളഞ്ഞെടുക്കണം. അപ്പോൾ വഴുതനങ്ങ നല്ല സോഫ്റ്റായിട്ട് കിട്ടുവേ. അപ്പം നമ്മൾ വഴുതനങ്ങ വേണ്ട കണ്ടോ, നമ്മളിങ്ങനെ ഞെവിടി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമാണ് ഇത് കണ്ടോ. അതിൻ്റെ വെള്ളം നമ്മൾ ഞെവിടിയതിൻ്റെ വെള്ളം, ഈ വെള്ളം നമുക്ക് ഉപയോഗിക്കേണ്ട, നമുക്ക് ഈ വെള്ളം അങ്ങ് കളയാം. ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് ഈ കൊഞ്ചൊന്ന് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് ഈ കൊഞ്ചിന് കണ്ടോ, ഈ കൊഞ്ചിനൊരു തലഭാഗമുണ്ട്. ഈ തലഭാഗം വേറിട്ട് കിട്ടാൻ വേണ്ടി നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തിട്ടൊന്ന് കാണിക്കാം. അപ്പോൾ നന്നായിട്ട് കൊഞ്ചിൻ്റെ തലയും പാലും സെപ്പറേറ്റ്. കൊഞ്ച് ഞാനൊരു പാനിലേക്ക് ഇട്ടിട്ട് തീ കത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട്, വലിയ തീ വേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്യണം. ചെമ്മീനെല്ലാം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. എന്നിട്ട് നമ്മളിങ്ങനെ ഒന്ന് കൈകൊണ്ടൊന്ന് നോക്കണം. ഇതിങ്ങനെ നമ്മളൊന്ന് ഇതാണ് പൊടിഞ്ഞു പോകുന്ന രീതിയിലാകുമ്പോൾ അതിങ്ങനെ എടുക്കണം. കരിഞ്ഞു പോകല്ലേ, പ്രത്യേകം ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകരുത്. ഇനി എന്നിട്ട് ഇതൊന്നെങ്കിൽ ഒരു കട്ടിംഗ് ബോർഡിൻ്റെ മണ്ടയിലോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ മണ്ടയിലോ, ഇപ്പം ഞാനൊരു പാത്രം കമത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മണ്ടയിലോട്ട് ഇട്ടിട്ട് നമ്മുടെ ഈ ചപ്പാത്തി കറക്കുന്ന ഇതുണ്ടല്ലോ, റൗണ്ട് ഉണ്ടല്ലോ, ആ റൗണ്ട് ഇട്ടൊന്ന് കറക്കിയെടുക്കുമ്പോൾ നമ്മുടെ തലയും ആ ഭാഗമെല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. നമ്മളാണെങ്കിൽ ആ റോളിട്ട് നമ്മൾ ഇതിങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടോ തലഭാഗമൊക്കെ പൊടിഞ്ഞും കെട്ടിയിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മളത് ആ തോരൻ വെക്കേണ്ട അതിൻ്റെ ആ ഫ്ലഷ് ആയിട്ടുള്ള ഭാഗമെല്ലാം നമ്മളൊന്ന് ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഇടഞ്ഞു വാരിയിടണേ. ഇത്രയും നമ്മുടെ ആ തലഭാഗം മൊത്തം പൊടിഞ്ഞു പോയിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ചെടിക്കുമൊക്കെ ഇടാം. അപ്പം നമ്മൾ ബാക്കി തോരൻ വെക്കുന്ന ഭാഗം ഇതാണേ കണ്ടോ. സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തോരൻ വെക്കാം. എന്നിട്ട് ഈ ചെമ്മീനൊന്ന് 1-2 പ്രാവശ്യം ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുക്കുമ്പോൾ ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ മണ്ണും പൊടിയൊക്കെ കാണും, അതെല്ലാം ഒന്ന് പോകാൻ വേണ്ടി ഇതൊന്ന് കഴുകിയെടുക്കണം. ഞാൻ ഇത് വെക്കാൻ വേണ്ടി കുറച്ച് തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്, അതേപോലെ പച്ചമുളക് നീളത്തിൽ അരിഞ്ഞും വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ഈ പടവലങ്ങ നുറുക്കിയത് ആദ്യം അങ്ങോട്ടിടുക. അതിന് മേലെ നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇടുക. അതിന് മേലെ നമ്മൾ ചെമ്മീൻ അങ്ങോട്ടിടുക, പച്ചമുളക് ഇടുക. അതിന് മേലെ തേങ്ങ ഇടുക. ഇതിനകത്തോട്ട് ഉപ്പിട്ടാന്നല്ല നമ്മൾ പടവലങ്ങ ഞെവിടി വെച്ചേക്കാം. മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടിയൊക്കെ ഉപ്പുമൊക്കെ അവരവരുടെ ആവശ്യത്തിനാണ്. നല്ലതായിട്ട് കൈകൊണ്ട് അങ്ങോട്ട് ഞെവിടി പിടിപ്പിക്കും. നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്, അതിൻ്റെ മേലെ ചീനച്ചട്ടി വെച്ചു. ഇനി അതിനകത്തിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിടണം.
ഇതിലേക്ക് കുറച്ച് അരിമണി ഇടണം. അരി ഇടുക. എന്നിട്ട് ഇതൊന്ന് ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ ഈ കടുവെല്ലാം ഒന്ന് പൊട്ടി വരണം. ഇതിലേക്ക് കടുകും അരിയും ഉണക്കമുളകും കറിവേപ്പിലേക്കകത്തോട്ട് നമ്മുടെ തോരൻ്റെ കൂട്ടിടുക. കൂട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് കൂട്ടി നോക്കിയിട്ട് ഉപ്പുണ്ടെങ്കിൽ, ഉപ്പില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാമേ. ആദ്യമേ ഒത്തിരി ഉപ്പിടല്ലേ, ഉപ്പ് കൂടിപ്പോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഉപ്പ് കുറച്ചിടണേ. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇതിലിപ്പോൾ തേങ്ങ കുറച്ച് കുറവാണ്. ഈ വീട്ടിൽ നമ്മുടെ അവിടെ എല്ലാവർക്കും തേങ്ങ കുറച്ച് കുറവാണ് ഉപയോഗിക്കുന്നതാണ് ഇഷ്ടമേ. അപ്പോൾ അതുകൊണ്ട് തേങ്ങ കുറച്ച് കുറവാണ്. നിങ്ങൾക്ക് തേങ്ങയുടെ ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് പൊത്തി വെക്കുക. ഈ നമ്മുടെ തവിയുടെ ബാക്ക് ഭാഗം കൊണ്ട് ഇങ്ങനെ ഒന്ന് പൊത്തി വെച്ചിട്ട് നമുക്കിതൊന്ന് കുറച്ച് നേരത്തേക്കൊന്ന് അടച്ചു വെക്കാം. വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് കുഴഞ്ഞു പോകും. വെള്ളം ഒഴിക്കാതെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. തീ കുറച്ച് ഇടണേ, അല്ലെങ്കിൽ ഇത് അടിയിലൊക്കെ പിടിക്കും. തീ കുറച്ച് നേരം ഇട്ടേക്കാം. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അളന്നൊന്ന് ഇളക്കി കൊടുക്കണേ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തതിനെ എന്നിട്ട് അടച്ചു വെച്ചു. അപ്പോൾ ഇത് ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിതിൻ്റെ ചെറുതായിട്ടുണ്ടോ ഈ വെള്ളമയം ഉണ്ട്. ഈ വെള്ളമയം ഒന്ന് നമുക്ക് ഡ്രൈ ആക്കി എടുക്കണം. കുറച്ച് നേരത്തേക്ക് ഇതിങ്ങനെ ഒന്ന് അടപ്പ് മാറ്റിയിട്ട് ഇതിങ്ങനെ ഒന്ന് ഇളക്കി നമ്മൾ മാറ്റി വെച്ച് കൊടുക്കണം. ഇത് കഴിച്ച് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണേ. അപ്പോൾ എനിക്കിപ്പോൾ ഉപ്പ് കറക്റ്റാണ്. എന്നുവെച്ചാൽ ഈ വഴുതനങ്ങയ്ക്കകത്ത് പടവലങ്ങയ്ക്കകത്ത് ഉപ്പ് കിട്ടുമ്പോൾ അത് കറക്റ്റായിട്ട് ഇരുന്നോളും. വേണമെങ്കിൽ മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഏകദേശം നമ്മൾ ലാസ്റ്റ് ആറായി. ഇതിനകത്തിലെ വെള്ളമെല്ലാം വറ്റിച്ചെടുക്കുമ്പോൾ നമ്മുടെ ചെമ്മീൻ പടവലങ്ങ തോരൻ റെഡിയായി. നമ്മളിന്നൊരു കാന്താരി പിന്നെ ചുവന്നുള്ളി എല്ലാം ഇട്ട് നമ്മളൊരു പുളിങ്കറി വെക്കുവാണേ. അതിനകത്ത് പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. പുളി കുറച്ച് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ കറിവേപ്പില, കാന്താരി, ചുവന്നുള്ളി, അതിനകത്തിൽ ഇഞ്ചി കുറച്ച് ഒരു കഷ്ണം ഇഞ്ചി, ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കൊച്ചുള്ളി ഈ കനത്തിൽ കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കൊരു പെട്ടെന്നൊരു പുളിങ്കറി റെഡിയാക്കിയിട്ട് വരാം. നമ്മൾ അടുപ്പത്തൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് കടുക് ഇട്ടണേ. കടുക് ഇട്ടു. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഉണക്കമുളക് ഇട്ടു. നമ്മൾ ചുവന്നുള്ളി ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട് കറിവേപ്പില ഇട്ടു. എന്നിട്ട് നമ്മളതൊന്ന് ഇളക്കി കൊടുക്കണേ. ഇളക്കുന്നതിന് മുമ്പ് കുറച്ച് ഉപ്പൂടി ഇട്ട് ഇളക്കണം. അപ്പോൾ പെട്ടെന്ന് ഉള്ളി വഴണ്ട് കിട്ടുവേ. അപ്പോൾ എന്നിട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഈ കാന്താരി നമ്മളുണ്ടല്ലോ ഈ ഇടിക്കല്ലിലിട്ടുന്ന നമ്മളൊന്ന് ചതച്ചെടുക്കണം. ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി. ഒത്തിരി ചതയൊന്നും വേണ്ട, ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി. അപ്പം നമ്മൾ ഇങ്ങനെ ഇടിക്കല്ലിലിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ കാന്താരി ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ടേ. നമ്മൾ ഉള്ളി അതെല്ലാം വഴണ്ടതിനകത്തോട്ട് നമ്മൾ ചതച്ച് വെച്ച കാന്താരി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടേ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കാന്താരിയും കൂടെ ഇട്ട് പൊട്ടിത്തെറിക്കാൻ നോക്കണം കേട്ടോ, സൂക്ഷിക്കണം. ചിലപ്പോൾ കാന്താരി ഇട്ട് കഴിയുമ്പോൾ ചിലപ്പം കാന്താരിയിൽ വെള്ളമയം ഒട്ടയ്ക്ക് ചിലപ്പം പൊട്ടിത്തെറിച്ച് വീഴാൻ സാധ്യതയുണ്ട്. അതൊക്കെ എല്ലാവരും സൂക്ഷിച്ച് വേണം കാന്താരിയുടെ. നമ്മുടെ കൂട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിനകത്തിലേക്ക് മുളക് പൊടി ഇടുവാണേ. പിരിമുളക് പൊടി കേട്ടോ, ഒരു കളറിന് വേണ്ടി മാത്രം. കാന്താരിയിൽ എരിയുണ്ട്, നമുക്കൊരു കളർഫുള്ള് വേണ്ടേ കറിയാകുമ്പോൾ ഒരു കളർഫുള്ള് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഒരു ടീസ്പൂണ് പിരിമുളക് പൊടി ഇട്ടു. അതും എന്നിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ കുത്ത് മണമുണ്ട്. പിരിമുളക് പൊടിക്ക് വല്ലാത്തൊരു കുത്ത് സ്മെല്ലുണ്ട്. അതൊന്ന് പോകാൻ വേണ്ടി ആ ചട്ടി തന്നെ ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ പുളിവെള്ളം ഇതുപോലെ കൈകൊണ്ട് ഞെവിടി കലക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ പുളിവെള്ളം ഒഴിക്കാൻ പോകാമേ. കറിയിലേക്ക് പുളിവെള്ളം അരിച്ചൊഴിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഒരു കഷ്ണം കായം ഇടണേ. ഒരു കഷ്ണമൊന്നുമല്ല, ഒരു 1/4 ഭാഗം കായം ഇടണം. കായം ഇട്ടിട്ട് എന്നിട്ട് നല്ലതായിട്ട് തിളപ്പിച്ചെടുക്കണം.
അപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ടേ. കായവും ഉപ്പും പുളിയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല എരിവുണ്ട്. കാന്താരിയുടെ നല്ല ഒന്നാമത് നമ്മൾ ചതച്ചല ഇട്ടേക്കുന്നത്, നല്ല എരിവാണ്. ഇപ്പം കാന്താരി ഇല്ലാത്തവർ പച്ചമുളക് ഇട്ടാലും മതി കേട്ടോ. എല്ലാവർക്കും കാന്താരി കിട്ടണമെന്നില്ലല്ലോ. ഇവിടുത്തെ അയ്യത്തൊക്കെ കാന്താരി ഉള്ളത് കൊണ്ട് കാന്താരി എടുത്തന്നേ ഉള്ളേ, കാന്താരി തന്നെ വേണമെന്നില്ല. അപ്പോൾ എന്നിട്ട് ഇതിപ്പം എരിവും പുളിയും എല്ലാം കറക്റ്റായിട്ടുണ്ട്. സ്പൂണ് ഉലുവാപ്പൊടിയും കൂടെ നമ്മളൊന്ന് ഇട്ടേക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഉലുവാപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കറി ഓഫ് ചെയ്തു, ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ എരിവും ഉപ്പും പുളിയും എല്ലാം കറക്റ്റ് ബാലൻസാണ്. പക്ഷേ ഇതിൽ ചിലർ ഞാൻ ചേർക്കുന്ന കണ്ടിട്ടുണ്ട്, ഇതിനകത്ത് ഇച്ചിരി ശർക്കര ഇടുന്നവരുണ്ട്. അപ്പോൾ അതിനൊരു മധുരവും കൂടെ വരും. അത് ഇഷ്ടമാണെന്നുള്ളവർക്ക് ഇച്ചിരി ശർക്കര ഒന്ന് പൊടിച്ച്, ഒരിച്ചിരി ശർക്കര ഒന്ന് പൊടിച്ചിട്ടാൽ ഈ എരിവും പുളിയും ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ആയി കിട്ടുവേ. അതിന് വേണ്ടിയാണ് ശർക്കര ഇടുന്നത്. ഇതിപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കറി റെഡി ആയിട്ടുണ്ട്.